കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചനം ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിക്കുന്നു. എബ്രായർ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണ കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്നുള്ളതാണ്. പ്രവീശനം. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ വലിയൊരു നീണ്ട നിര തന്നെ ദൈവം നമുക്ക് നൽകി നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഈ വചനം തരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് സകലത്തിന്റെ സർവ്വസമ്പത്താണ്. അല്ലേലിയ. ഇപ്പം വേദപുസ്തകം സകലത്തിന്റെ സർവ്വസമ്പത്താണ്, സർവ്വജ്ഞാനമാണ്, സർവ്വശക്തിയാണ്, സർവ്വ പ്രത്യാശയാണ്. അപ്പൊ സകലവും അടങ്ങിയിരിക്കുന്ന അതാണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ജീവന്റെ വചനമാണ്. ജീവന്റെ വചനം സർവജ്ഞാനും സർവശക്തിയും സർവസമ്പത്തും സകല പ്രത്യാശയും തരുന്ന പുസ്തകം ഉണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. പ്രൈസ്. ഏതു മനുഷ്യന്റെ ജീവിത സാഹചര്യത്തോട് ചേർത്ത് കൊണ്ടുപോകാവുന്നതും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ സകല പ്രവൃത്തികളെ കുറിച്ച് ശക്തമായ ഭാഷയിൽ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ വചനം അത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ്. ഈ പുസ്തകം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതാണ്. ആത്മാവിന്റെ പ്രവർത്തനമാണ് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് നാമധേയങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന് കാണാൻ കഴിയും. പുരുഷന്മാരുടെ നാമധേയങ്ങൾ, സ്ത്രീകളുടെ നാമധേയങ്ങൾ, ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആമിയുള്ള നാമധേയങ്ങൾ, ആമി ലഭിച്ച 8 പേര്, ഇസ്രായേലിയരുടെ നാമധേയങ്ങൾ, അന്യജാതിക്കാരുടെ നാമധേയം, അതുപോലെ തന്നെ അതേ സമയത്ത് ദൈവത്തെ പ്രിയപ്പെടുത്തി നമുക്ക് മുൻ മാതൃകയായി ശോഭിച്ച അനവധി ദൈവദാസന്മാരുടെ നാമധേയം, ഹല്ലേലൂയ. വിശ്വാസികളുടെ നാമം, ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിൽ ഈ പുസ്തകം നമുക്ക് അതിൻ്റെതായ മഹത്വം വെളിപ്പെടുത്തി തരിക. ഹല്ലേലൂയ. ഈ പുസ്തകം കൈകൊണ്ടെടുക്കുന്നത്, ഈ പുസ്തകം കൊണ്ട് നടക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഏത് തകർന്ന മനുഷ്യനെയും ഒരുപോലെ പണിതെടുത്ത് ആമേൻ ജീവിതത്തിന്റെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മദ്യപാനിയെ നേരെയാക്കുവാൻ, ഏത് ദുർനടപ്പുകാരനെ നേരെയാക്കുവാൻ, ഏത് അധാർമികതയിൽ ജീവിക്കുന്നവനെ നേരെയാക്കിയെടുക്കുവാൻ. എന്തിനേറെ പറയുന്നു, സാത്താന്യ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ പോലും സാത്താന്യ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തവർ പോലും കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വന്നിട്ടുണ്ട്. സാത്താന്യ ഗ്രൂപ്പ് വിട്ട് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഹല്ലേലൂയ അവരുടെ തൊഴിൽ വിട്ട് വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ടുണ്ട്. കഠിനമായ പാപികൾ, കഠിനമായ കുറ്റം ചെയ്ത് ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് തടവിൽ കിടക്കുന്ന അനവധി ആളുകൾ ഈ പുസ്തകം കയ്യിലെടുത്ത് അതവർക്ക് വലിയ സമ്പത്തായി മാറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒതുക്കി തീർക്കാൻ പറ്റുന്നതല്ല. സർവഭൂതലത്തിലും എന്ന് പറയുന്ന സകല ജനത്തിന്റെയും സകല ലോകത്തിൽ ഒരുപോലെ ശക്തി ആർജിച്ചു നിൽക്കുന്ന ജീവന്റെ പ്രമാണം, ഹല്ലേലൂയ, രക്തം ചെയ്യും. ഈ പുസ്തകത്തിനാണ് നമ്മെ ജീവിപ്പിക്കുവാനും നമ്മെ നേരെയാക്കുവാനും കഴിയുന്നത്. അപ്പം എബ്രായ ലേഖനം 11-ാം അധ്യായം 32 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഇതര ദൃഷ്ടാന്തങ്ങളാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം കനാനിൽ പ്രവേശിച്ച കാലം മുതൽ രാജ്യഭരണം തുടങ്ങുന്നത് വരെയുള്ള ഏകദേശം 300 വർഷത്തെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ 32-ാം വാക്യം, ഹല്ലേലൂയ, ഈ 6 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്ത വാക്യം മുതൽ ആരുടെ പേര് പറയുന്നില്ല. വിശ്വാസത്തിൽ അവർ രാജ്യങ്ങളെ അടക്കി എന്ന് പറയുന്നതിന് യോശുവയുടെ കാലത്തെ വിജയങ്ങളും ന്യായാധിപന്മാരുടെ കാലത്തെ വിജയങ്ങളും ദാവീദിന്റെ കാലത്തെ വിജയങ്ങളും ഉൾപ്പെടുന്നു. ഹല്ലേലൂയ. പിന്നെ കാണുന്നത് സ്തോത്രം, സിംഹങ്ങളുടെ വായടച്ചു ദാനിയേലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ.
തീയുടെ ബലം കെടുത്തി എന്ന് പറഞ്ഞ ശത്രുക്ക് മേശക അബീദിനോ എന്നിവരാണ്. അല്ലേലിയ. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിഞ്ഞവർ ഏലിയാവും ഏലിശയും ഇരമ്യാവുമാണ്. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. വീണ്ടും ദൈവത്തിന് പറയുന്നത്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തിയതിന് പിന്നെ തിരികെ ലഭിച്ചത് സരാപ്തിയിലെ വിധവയ്ക്കും ആമെ ശൂന്യകാര്യത്തിക്കുമാണെന്ന് നമുക്ക് വേദപുസ്തകം വായിക്കാൻ കഴിയും. അല്ലേലിയ. അപ്പം പുതിയ നിയമത്തിലും പല ഉയർത്തെഴുന്നേൽപ്പുകളും സ്ത്രീകളെ കേന്ദ്രമാക്കിയാണ് നടന്നത്. അതിലൊന്നാണ് നയിനിലെ വിധവയുടെ മകൻ, മരിച്ചുപോയ മകൻ. രണ്ടാമതാണ് ബേദാനിലെ മാർത്തയുടെ സഹോദരനായ ലാസർ. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തബീത എന്ന് പറയുന്ന പെൺകുട്ടി. ഇവരെല്ലാം സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ കിട്ടി എന്ന് പറയുന്ന വചനത്തിനകത്ത് ഉൾക്കൊണ്ടു നിൽക്കുന്ന സത്യസന്ധമായ തിരുവെഴുത്തുകളാണ്. ഈ ലോകത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ. സത്യവേദപുസ്തകമല്ലാതെ, സത്യവേദപുസ്തക വചനത്തിലല്ലാതെ മരിച്ചവരെ ജീവിപ്പിച്ച ചരിത്രം ഞാനും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. കേൾക്കാൻ പറ്റത്തില്ല. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഇത് ജീവന്റെ വചനം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:12 പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിവഞ്ചുകളെയും വേർപിടിക്കുന്ന തുളച്ചിയില്ലെന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നതാണ്. ഈ വചനം നമ്മുടെ ശരീരമാസം, നമ്മുടെ ഹൃദയത്തിനാകമാനം പ്രവർത്തിക്കുന്ന, നമ്മുടെ അകത്ത് കിടക്കുന്ന സകല കാര്യങ്ങളെയും വെളിപ്പെടുത്തുന്നതാണ്. അല്ലേലിയ. ഒരു വചനത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ അത് അടച്ചുപൂട്ടി വെക്കാതെ, തീ വെച്ച് വിളക്ക് വെച്ച് പൂജിക്കാതെ, മാലയിട്ട് പൂജിക്കാതെ, അതിനെ ഒരു പൂജാവസ്തുവായി കാണാതെ വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും എടുത്ത് കൈകൾ കൊണ്ട് വായിക്കുമ്പോഴാണ് ആ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. പല വീടുകളിലും ചെല്ലുമ്പോൾ സത്യവേദ പുസ്തകം സെൽഫുണ്ടാക്കി സെൽഫെ വെച്ചിട്ട് അതിന് മുമ്പിൽ വിളക്കുമൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് വലിയ പൂജാവസ്തു പോലെ അതിനെ പൂജിക്കുന്നത് കാണാൻ കഴിയും. മാറാമ്പലൊക്കെ അടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ മാറാമ്പലടിച്ച് പൂജിക്കാൻ വെക്കുന്നതല്ല, അത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് സത്യവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കണം, വിശുദ്ധിയിലേക്ക് വരുന്നതായിരിക്കണം, നിത്യജീവനെ പ്രാപിക്കുന്നതായിരിക്കണം, ഉണ്ടാകുന്നതാകണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ സത്യവേദ പുസ്തകം തന്നത് കേട്ടോ. അല്ലേല്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പുസ്തകം ഉണ്ട്, അതൊരു പൂജാവസ്തുവായിട്ട് കാണരുത്. വേദപുസ്തകം അതിനെ നിങ്ങളുടെ ആപാലവൃത്ത കുഞ്ഞുകുട്ടികളടക്കം വായിക്കണം. അല്ലേല്. ചുമ്മാ വായിച്ച പോലെ പരിശുദ്ധാത്മാവിൽ വായിച്ച് ഇത് മനസ്സിലാക്കണം. പലരും എന്നോട് പറയാനുണ്ട്, ഞങ്ങൾ വേദപുസ്തകം മുഴുവൻ എഴുതി തീർത്തെന്ന് പറഞ്ഞു. വേദപുസ്തകം മുഴുവൻ ഞങ്ങൾ എഴുതി പഠിച്ചു. ഞങ്ങളോട് പറഞ്ഞു വേദപുസ്തകം മുഴുവൻ എഴുതി പഠിക്കാൻ. അപ്പൊ എഴുതി പഠിച്ച ഭാഗത്തെക്കുറിച്ച് ചിലത് ചോദിച്ചാൽ അവർക്കൊന്നും ഒട്ടും അറിയത്തില്ല. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ വേദപുസ്തകം മുഴുവൻ വായിച്ചു എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറയുന്നത്. അവർക്കതിനകത്ത് 1-2 കഥകൾ അറിയാം. ജോസഫ് ഓടിപ്പോയതും അല്ലേലിയ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അറിയാം. അല്ലേലിയ. അല്ലാത്ത കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. അത്രയുള്ള അവരുടെ വിവരം എന്ന് പറയുന്നത്. അല്ലേലിയ. അപ്പം ദൈവപ്രതിമയായ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കിയെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4 വായിക്കുന്ന പോലെ ഇത് എഴുതുകയും വായിക്കുകയും പുസ്തകമായിട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവർ വീണ്ടും പോലെ വായിക്കാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവ് വായിക്കാത്തതുകൊണ്ട്, ആത്മാവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞതുകൊണ്ട്, അതിനുവേണ്ടി അവർ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി. അതുകൊണ്ട് അവർ എഴുതി വെച്ചു, ബാക്കിയൊന്നും അറിയില്ല. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വേദപുസ്തകം എഴുതി ഒരു പുസ്തകമായിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ കോടിക്കണക്കിന് വേദപുസ്തകം പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ചിലരൊക്കെ ഓർക്കുന്നത് ഞങ്ങൾ വേദപുസ്തകം എഴുതി പുസ്തകമായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ പുസ്തകം ഉണ്ടാകൂ എന്നുള്ളതാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് വേദപുസ്തകം. അവിടെ ലോകരാജ്യങ്ങളിൽ ഏകദേശം 7093 ഭാഷകൾ സംസാരിക്കുന്നതിൽ 3000 ഭാഷകളിൽ ബൈബിൾ പൂർണ്ണമായും ഭാഗികമായും പ്രിന്റിംഗ് ചെയ്ത് ബാക്കിയുള്ള ഭാഷകളിലേക്ക് അതിന്റെ പ്രിന്റിംഗ് രംഗത്ത് അനുഭവത്തിൽ ദൈവദാസ്യദാസന്മാർ ആ പണിപ്പുരയിലാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അധികം താമസിയാതെ എല്ലാ ഭാഷയിലും ബൈബിൾ കിട്ടും. ഈശ്വര വരവ് താമസിക്കുന്നില്ല കേട്ടോ. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കും. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്ന് എഴുതിയിരിക്കുന്നു. അവരാരെല്ലാമാണ്? പ്രൈസലോ. അല്ലേലിയ. അവരാരെല്ലാമാണ്?
അവർ എവിടെ ജീവിച്ചു, അവരുടെ ചരിത്രം എന്ത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവർക്ക് മഹിമയായ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അറിവുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന വ്യക്തികൾ എവിടെ ജനിച്ചു, എവിടെ ജീവിച്ചു, എവിടെങ്ങനെയാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവർക്ക് മഹത്വത്തിന്മേൽ മഹത്വമുള്ള ഉയർത്തെഴുന്നേറ്റ മഹിമയുടെ കർത്താവിനെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. കഷ്ടപ്പാടുകളെ സഹിക്കുവാനുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഓട്ടം വിജയത്തോടു കൂടി ഓടുവാനുള്ള ഓടുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാപിത, ഈ പുസ്തകത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയണം. മഹത്വത്തിന്റെ അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഈ വചനം വായിച്ച് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ ഓടി ആ പൂർണ്ണതയിൽ എത്തണം. പൗലോസ് പറഞ്ഞു, നല്ലപ്പോൾ ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഈ പുസ്തകം കയ്യിൽ കിട്ടിയ പോലെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ മാതൃകയിൽ നമ്മൾ ഓട്ടം ഓടി തികയ്ക്കണം. പലരുടെയും വീട്ടിൽ പുസ്തകമുണ്ട്. ഈ പുസ്തകം പിടിച്ചിട്ട് പലരും ഓടുന്നത് മദ്യപിച്ചുകൊണ്ടാണ്. അല്ലേരിയ, മദ്യപാനവും വേദപുസ്തകവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. മദ്യം കുടിക്കുന്നവന്റെ വീട്ടിൽ വേദപുസ്തകം എത്ര വായിച്ചാലും, മദ്യം കുടിക്കുന്നവന്റെ വീട്ടിൽ വേദപുസ്തകം എത്ര വെച്ച് പൂജിച്ചാലും ആ വേദപുസ്തകം കൊണ്ട് പ്രയോജനം വരില്ല. കാരണം അവരുടെ വീട് മദ്യത്തിന്റെ അടിസ്ഥാനമാണ്. വേദപുസ്തകമാണ് വിശുദ്ധിയോടടുത്ത് വെക്കേണ്ടത്, വിശുദ്ധിയോടെ കൂടി ചെയ്യുക. അല്ല മദ്യപാനിയുടെയും വെറുക്കൂത്തുകാരുടെയും ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയും കനമുണ്ടാക്കുന്നതിന്റെയും പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാവിന്റെയും വ്യഭിചാരിയുടെയും കൊള്ളപ്പലിശക്കാരനും അല്ലെങ്കിൽ ഉപയോഗിക്കുവാനുള്ളതല്ല വേദപുസ്തകം. നീ വായിച്ച് മാനസാന്തരപ്പെടണം. അല്ലേലിയ, വായിച്ച് വിശ്വാസത്തിന്റെ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നിരന്തൂറും പള്ളിയിൽ പോയി ഭക്തിയുടെ വേഷം ധരിച്ചാൽ പോരാ, തിരുവാചനം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടണം. ഇന്നത്തെ ആളുകൾക്ക് ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന, മനുഷ്യനെ കാണിക്കുന്ന ഭക്തിയാ. അല്ലേരിയ, അതൊരു തരം കപടഭക്തിയാണ്. അല്ലേരിയ, യഥാർത്ഥ ഭക്തിയുടെ അനുഭവം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതമാണ് യഥാർത്ഥ ഭക്തിയുള്ള ജീവിതം. അല്ലേരിയ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിൽ സത്യമല്ലാതാകുമോ? പ്രിയ സഹോദരേ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാറ്റം കൊണ്ടുവരട്ടെ. സത്യവേദ പുസ്തകത്തെ യഥാർത്ഥമായി പഠിച്ചതിന്റെ അത് ഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ നിങ്ങൾ ഓട്ടം കൂടി തീർക്കണം. യേശു വരാൻ സമയമായി. രക്തം ചെയ്യും. നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് നിത്യതയിലെത്തണമെങ്കിൽ, സ്വർഗരാജ്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് ഈ മുൻ പേര് പറഞ്ഞവരൊക്കെ അവർ എവിടെ ജീവിച്ചു, എവിടെ ജനിച്ചു എന്നൊന്ന് പറയും. കർത്താവിനെ കുറിച്ച് നല്ല അറിവ്, കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള വിശ്വാസം, അവർ തങ്ങളുടെ ഓട്ടം വിജയത്തോടു കൂടി തീർത്തു. ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യതയിൽ ഒരു ജീവിതമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഈ ലോക ജീവിതത്തിന് ശേഷം നിത്യതയിലും ഒരു ജീവിതമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് മരണാനന്തര ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നെന്ന് പറയുന്നവരാണ് എല്ലാ ആളുകളും. മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആളുകളോടൊക്കെ സംസാരിക്കും, കണ്ടെന്ന് മരിച്ചാൽ മതി, എല്ലാം തീർന്നതിനെ, എല്ലാം അങ്ങ് അസ്തമിച്ചേനെ, അങ്ങ് മരിച്ചാൽ മതി, ഈ കഷ്ടപ്പാടുകൾ തീർന്നതിനെ എന്നൊക്കെ പറയുന്ന അനവധി വിവരദോഷികളുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിത, മരിച്ചത് കൊണ്ട് പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ മരിച്ചത് കൊണ്ടോ, നിങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടോ, നിങ്ങളുടെ നിങ്ങൾ മരണം ഏറ്റെടുത്തുകൊണ്ടോ നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും തീരുന്നില്ല. ദൈവഹിതമല്ലാതെ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ജീവനെ നിങ്ങൾ തകർത്ത് കളയുമ്പോൾ നിങ്ങൾ കഠിനമായ ശാപത്തിലേക്ക്, കഠിനമായ ബന്ധനത്തിലേക്ക്, സാത്താന്റെ സന്നിധിയിലേക്ക്, യാതന സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവനെ നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാ, ദൈവം വെറുക്കുന്ന. ആത്മഹത്യ ചെയ്യുന്നവന്റെ ആത്മാവ് ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചവന്റെ ആത്മാവ് മാത്രമേ നിത്യതയിലെത്തുള്ളൂ. അല്ലാത്തവരുടെ ആത്മാവെല്ലാം യാതന സ്ഥലത്തേക്ക് പോകും.
ഹല്ലേലൂയ. മരണാനന്തരം പിന്നെ പൂജകൾ ചെയ്തുകൊണ്ടോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി എന്തെല്ലാം വഴിപാട് കഴിച്ചതുകൊണ്ടോ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഉലകത്തിൽ ആർക്കൂട്ട് കഴിയത്തില്ല. രക്തം ചെയ്യും ജീവനോടെ ഇരിക്കുമ്പോൾ വേണം അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിക്കാൻ. അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് അല്ലെങ്കിൽ സ്തോത്രം ആമീൻ. ദൈവവചനം പറയുന്നത് ആമീൻ മഹിമയുടെ വലത്ത് ഭാഗത്ത് അല്ലെങ്കിൽ മഹിമയിലിരിക്കുന്ന മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം. ഇബ്രായലേഖനത്തിൽ അങ്ങനെ കുറെ പേരെ കാണാൻ കഴിയും, ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന. അപ്പൊ സ്തോത്രം ഇവിടെ നമ്മൾ കർത്താവിനെ ആകാംക്ഷയോട് കാത്തിരിക്കും. മഹിമയായ ഉയർത്തെഴുന്നേൽപ്പ് എന്നാൽ എന്ത്? മഹിമയായ ഉയർത്തെഴുന്നേൽപ്പ് എന്നാൽ എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യഫലമായ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ സ്തോത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യഫലമായ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പം മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഈ ഭൂമിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിട്ടുള്ളൂ. വേറെ ആരും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചടക്കപ്പെട്ട് ആമി സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും സ്വർഗാരോഹണം ചെയ്തെന്ന്. അതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിവുകളൊന്നുമില്ല കേട്ടോ. രക്തം ചെയ്യും സത്യവേദപുസ്തകത്തെ അതിന്റെ മഹത്വത്തിനനുസരിച്ച് അതിന്റെ സത്യത്തിനനുസരിച്ച് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വചനം പറയുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പോലെ നാം ക്രിസ്തു മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നാം മരിച്ചെങ്കിൽ നാം ആ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കണം. അല്ലെങ്കിൽ ജീവനോടെയാണെങ്കിൽ നമ്മൾ അവിടെ രൂപാന്തരം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രത്യാശയുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം ക്രൈസ്തവ വേഷം ധരിച്ചുകൊണ്ട് ക്രൈസ്തവ വേഷഭൂഷധാരികളായതുകൊണ്ട് നിത്യത്തിലെത്തത്തില്ല. പ്രത്യാശ വേണം. വീണ്ടെടുപ്പിന്റെ അനുഭവം വേണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് വേണം. അതുകൊണ്ട് ജഡത്തിലെ ആത്മാവിൽ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഈ ലോകത്തിന് നീ അനുരൂപനായി ജീവിക്കരുത്. ഹല്ലേലൂയ. ആമീൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവിക നമുക്ക് മനസ്സിലാക്കി ഓരോ ദിവസവും നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തി നമ്മൾ യേശുവിനോട് ചേർന്ന് നടക്കണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. അടുത്ത നിമിഷം ഞാനോ നിങ്ങളൊക്കെ കാണുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ലഭിച്ച സമയം വിലപ്പെട്ടതാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിപ്പും കാണുന്നുണ്ട്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 നാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നത് പോലെ നമ്മളും അവിടെ എത്തിച്ചേരണം. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്നവർ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് ഹല്ലേലൂയ പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാരാ ഭാഗ്യവാന്മാർ കേട്ടോ. എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാർ മരിക്കുന്ന ആ മരണമാണ് അല്ലെങ്കിൽ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്തോത്രം വിശ്രമിക്കേണ്ടതിന് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് കാലത്തും കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യമുള്ളവർ തന്നെയാണ്. ഏത് കാലത്തും കർത്താവായ യേശു ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് 115 സംഗീതത്തിലെ വായിക്കുമ്പോൾ 116 വായിക്കുമ്പോൾ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അങ്ങനെ ഭക്തന്മാരുടെ മരണം കേട്ടോ ദൈവത്തിന് വിലയേറിയതാണ്. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ് ഫിലിപ്പി ലേഖനം 1:23 വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. എഴുതുക എന്ന് പറഞ്ഞ ഈ കൽപ്പന കൊടുക്കുന്നത് പിതാവായ ദൈവമാണ്. അപ്പൊ യോഹന്നാൻ എഴുതുക എന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്തത് ആരാ? പിതാവായ ദൈവമാണ്. യോഹന്നാൻ സ്വന്തം ഇഷ്ടത്തിൽ എഴുതിയതല്ലേ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
അപ്പൊ ഈ എഴുതുക എന്ന പ്രയോഗം ഈ പുസ്തകത്തിൽ 12 പ്രാവശ്യം കാണുന്ന യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത് തന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, ദൈവം എഴുതാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതും എഴുതിയതും. ഇത് ദൈവം യോഹന്നാനോട് എഴുതാൻ പറഞ്ഞു, അപ്പൊ യോഹന്നാൻ എഴുതി. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത്ര വലിയ പ്രാധാന്യം വെളിപ്പാട് പുസ്തകത്തിന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഇത് ഇന്നു മുതൽ എന്നത് പീഡനകാലത്തെ രക്തസാക്ഷികളെയാണ് സ്തോത്രം പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. കാരണം അന്ന് കർത്താവിൽ മരിക്കുന്നതിന് ഭാഗ്യം ലഭിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഹല്ലേലൂയ. പീഡനയുടെ കാലഘട്ടം വരുമ്പോൾ, അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം വരുമ്പോൾ, അന്ന് മരണം മനുഷ്യൻ ആഗ്രഹിക്കും, മരണം കിട്ടുന്നില്ല. പക്ഷേ അന്ന് മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. കാരണം അന്ന് കർത്താവിൽ മരിക്കുന്നതിന് ഭാഗ്യം ലഭിക്കുന്നവർ ചുരുക്കമായിരിക്കും. മൃഗത്തിന്റെ മരണത്തോട് യോജിക്കാതെ നിലനിൽക്കുന്നവരാണവർ. അങ്ങനെ മരിക്കുന്നവർ മൃഗത്തിന്റെ സംഖ്യയോട്, മൃഗത്തിന്റെ പേരിനോട് ചേരാതെ, മൃഗത്തിന്റെ നമ്പർ ധരിക്കാതെ, സംഖ്യ ധരിക്കാതെ നിൽക്കുന്നവരാണ് അത്. ഹല്ലേലൂയ. സ്തോത്രം. അവർ അന്ന് കർത്താവിനെ സേവിക്കുന്നത് തന്നെ മരണത്തിന് തുല്യമായിരിക്കും. ഓർത്തു നോക്കി, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം ഒരു സഭയെടുത്തതിന് ശേഷമായി കർത്താവിനെ സേവിക്കുന്നത് തന്നെ മരണത്തിന് തുല്യമായിരിക്കും. ഏത് സമയത്തും അപകടം, ഏത് സമയത്തും രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവരാണ് ഏറ്റവും ഭാഗ്യമേറിയവരെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ അതെത്ര ശ്രദ്ധേയമാണ്. ഞാൻ ചരിത്രഭാഗം കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മഹാപീഡന കാലത്ത് മൃഗത്തിന്റെ മുദ്രയേൽക്കാത്തവർ വിശന്നും ദാഹിച്ചും ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം മരിക്കുന്നതല്ലേ. മുദ്രയേൽക്കാത്തവർ അസ്വസ്ഥമായി കഴിയുമ്പോൾ രക്തസാക്ഷികളാകുന്നവർ വിശ്രമിക്കുകയാണ്. അവ ഉയർത്തെഴുന്നേൽക്കുവാൻ എഴുന്നേറ്റ് താമസം ഇല്ലാത്തതിനാൽ കല്ലറകളിൽ അധികം നാൾ ഇരിക്കേണ്ടത് നല്ലതാനും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യഥാർത്ഥ മർമ്മങ്ങളും അതിന്റെ സത്യങ്ങളും വിശ്വാസത്തിന് ഒക്കെ നമ്മൾ പഠിച്ചാൽ ഈ ലോക ജീവിതത്തെ നമ്മൾ ഉപേക്ഷിക്കും. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ ഉപേക്ഷിക്കും. എബ്രായ ലേഖനത്തിൽ 11 പറയുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയും അവരുടെ ജീവിതവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഇന്നവർ കർത്താവിൽ വിശ്രമിക്കുന്നതും കർത്താവിൽ ലഭിക്കുന്ന സന്തോഷമൊക്കെ ഓർത്താൽ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം താൽക്കാലികമാകട്ടോ. എന്നെ കേൾക്കുന്ന പരിശ്രമ ശ്രോതാൻ പറയട്ടെ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ ഓടി തളരരുത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾക്ക് വേണ്ടി നീ ഓടി തളരരുത്. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ അഭിരുചിക്ക് വേണ്ടി, ജഡത്തിലുണ്ടാകുന്ന മോഹങ്ങൾക്ക് വേണ്ടി നീ ഓടി നീ ക്രിസ്തുവിനെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ക്രൈസ്തവനെന്ന പേര് മാത്രം പോരാ, ക്രൈസ്തവ വിശ്വാസം നിന്റെ ഉള്ളിലായിരിക്കണം. ക്രൈസ്തവന്റെ പേര് മാത്രം പോരാ, ക്രിസ്തുവിനെ നീ അനുഗമിക്കുന്നവനായിരിക്കണം. ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കുവാൻ ഒരുവനെ ഉണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവ് യേശുക്രിസ്തു പോലും പറഞ്ഞത്, എന്നെ ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിച്ച തന്റെ ക്രൂശകത്തോടെ അനുഗമിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശകത്ത് കർത്താവിനെ അനുഗമിക്കാനാണ് പറയുന്നത്. രക്തം ചെയ്യും. അതെ, കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യ പദവിയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, കാലങ്ങൾ എത്രയായി സുവിശേഷം നിങ്ങളുടെ കാതുകളിലെത്തുന്ന, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് എത്രയോ സുവിശേഷ സന്ദേശങ്ങൾ, നിങ്ങളുടെ TV ഓണാക്കിയാൽ എത്രമാത്രം സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്രയോ ദൈവത്തിന്റെ ദാസിദാസന്മാർ സുവിശേഷമായി കടന്നു വരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ കാതവ് കൊട്ടി അടയ്ക്കാതെ, ആട്ടി ഓടിക്കാതെ, ചീത്ത പറയാതെ, അവരെ അസഭ്യം പറയാതെ, അവർ കൊണ്ടുവരുന്ന സത്വർത്തമാനം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കണം. രക്തം ചെയ്യണം. ചില ഭവനങ്ങളിലൊക്കെ സുവിശേഷന്മാർ കടന്നില്ലെങ്കിൽ കതവ് കുട്ടിയെ അടയ്ക്കും, ആട്ടി ഓടിക്കും, തള്ളി ഇറക്കും. പെരുവഴി നിന്ന് സുവിശേഷം പറയുമ്പോൾ അവരെ കല്ലെറിയും, പൂക്കു വിളിക്കും, അവരുടെ കയ്യിലേക്ക് ട്രാക്ടറുകളൊക്കെ വലിച്ചു ചെന്തി എറിയും. കഴിഞ്ഞ ദിവസങ്ങളിലെ സുവിശേഷം മുഖാന്തരം എത്രയോ ദൈവദാസന്മാർ മൃഗീയമായി പരസ്യമായി അടിയേൽക്കുന്ന മുറിവേൽക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പരാതിയും പരിഭവമൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്.
അല്ലേ? ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ എപ്പോൾ മരിച്ചാലും, എവിടെ മരിച്ചാലും, ഏത് സ്ഥലത്ത്, ഏത് സാഹചര്യത്തിൽ മരിച്ചാലും ഞങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കുകയും ഞങ്ങൾ നിത്യതയിൽ ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കിതെല്ലാം സഹിപ്പാൻ കൃപ തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രോതാവി, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കേട്ടോ. അല്ലേ? അതുകൊണ്ട് ഇതിന്റെ പാപവഴികളെ വിട്ട് ഇതിന്റെ പാരമ്പര്യമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് നീ മടങ്ങി വരണം. ഞാൻ ഏത് കുടുംബത്തിലെയാണെന്ന് അറിയാവോ? എന്റെ തറവാട് അറിയാവോ? ഞങ്ങൾ ആരാണെന്ന് അറിയാവോ? നിങ്ങൾ ഏത് കുടുംബത്തിലെ തറവാടില് നിങ്ങൾ ആരാന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? അല്ലേ? നിങ്ങളൊരു പക്ഷം വലിയ പുള്ളിയായിരിക്കും, അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദേശത്തിൽ കൊള്ളാം. ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയം, ഞങ്ങളിതൊക്കെ പറഞ്ഞു നടന്നവരാ. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഈ വട്ടന്മാരെ പോലെ പറഞ്ഞു നടന്നു ഞങ്ങളുടെ പാരമ്പര്യമൊക്കെ. അല്ലേ? ഞങ്ങളുടെ മഹത്വം മഹിമയൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് സുബോധം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ മഹത്വവും ഞാൻ ആരാണെന്ന് അറിയാവോ, എൻ്റെ കുടുംബം ആരാണെന്ന് അറിയാവോ, എൻ്റെ അപ്പൂപ്പൻ എൻ്റെ വല്യപ്പൂപ്പൻ ആരാണെന്ന് അറിയാവുന്നൊക്കെ ചോദിച്ചത് സുബോധം കെട്ടവനാ പറയുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ നിന്ന് വന്ന അപ്പന്റെ സ്വത്തുക്കൾ പാതി വാങ്ങിക്കൊണ്ട് ദൂരദേശത്ത് പോയി ദുർഘടപ്പാചരിച്ച് കയ്യിൽ ഉണ്ടായിരുന്നെല്ലാം തീർന്ന് ഇപ്പൊ നാട്ടിലെ പ്രമാണിമാരിൽ ഒരുത്തിനെ ആശ്രയിച്ച് അവൻ വേയിക്കുന്ന ജോലി കിട്ടി അവസാനം പന്തിക്ക് കൊടുക്കുന്ന വളവര് പോലും കിട്ടാതെ അവൻ പന്തിക്കൂട്ടിൽ അലഞ്ഞു. ഏതാ ദൂർത്തപുത്രനെ കുറിച്ച്, അല്ലെങ്കിൽ മുടിയപുത്രനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ലൂക്കോസ് സുവിശേഷം 15. അവസാനം പന്തിക്കൂട്ടി കിടക്കുമ്പോൾ സുബോധം വന്നു. പന്നിക്കൂട്ടിൽ കിടക്കുന്ന ഒരു സുബോധം വന്ന് അവൻ മനസ്സുകൊണ്ട് എഴുന്നേറ്റു. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ അവർ ചോദിച്ച് തിന്ന് ശേഷിക്കുന്നു, ഞാനും എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അവർ തിന്ന് ശേഷിക്കുന്നതെങ്കിൽ എനിക്ക് മതി, ഈ പന്നിക്കൂടെ എനിക്ക് വേണ്ടെന്നവന് പറഞ്ഞ എന്റെ ഏരിയ. അതുകൊണ്ട് സുബോധം വന്നാലുണ്ടല്ലോ, സുബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാരമ്പര്യം ഒന്നും പറയത്തില്ല. യഥാർത്ഥ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലേക്ക് വരണം. മത്തായി 1:1 വരണം. അബ്രഹാമിന്റെ പുത്രനായിരിക്കും ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി നീ അതിൽ വന്നിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖങ്ങളെയൊക്കെ വിട്ടിട്ട് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം കേട്ടോ. യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കാത്ത, പാപപരിഹാരം വരുത്താത്ത, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന സ്വീകരിച്ച് എന്ന് പറഞ്ഞ് സ്നാനം സ്വീകരിച്ച്, മാമോദീസയല്ല അവിടെ, ശിശുസ്നാനമല്ല, കർത്താവിന്റെ സ്നാനം അല്ലെങ്കിൽ സ്തോത്രം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് സ്വർഗീയ പദവി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമൊക്കെയാണ് പറയുന്നത്. അപ്പൊ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാമധേയങ്ങൾ എഴുതപ്പെട്ട വിശുദ്ധന്മാരുണ്ട്. മൊത്തം ഏകദേശം 17 നാമധേയങ്ങളെ കുറിപ്പിട്ടിരിക്കുന്നുവെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് ഹല്ലേലൂയ. മേന്മയേറിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുവാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആയിത്തീരാതെ ഏറ്റവും മേന്മയേറിയ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ. ഏറ്റവും മേന്മയേറിയ, ഏറ്റവും മഹിമയേറിയ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ഒരു പ്രത്യാശയെ വേണം ജീവിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് പൊന്നും പണം ഉള്ളത് കൊണ്ട്, ഇവിടെ കുറച്ച് സ്ഥലവും സമ്പത്തും ഉള്ളതുകൊണ്ട്, ഇവിടെ കുറച്ച് സൗദങ്ങൾ ഉള്ളത് കൊണ്ട്, ആഡംബര കാറുകളുണ്ടോ, പേരും പ്രശസ്തി അധികാരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടോ, രാജ്യരാഷ്ട്രങ്ങളെ പ്രതിനിധിയായി ഇരുന്നത് കൊണ്ടോ ഒന്നും നിത്യമായ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. നിങ്ങൾ ലോക രാജ്യങ്ങളുടെ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായാലും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് വീണ്ടെടുക്കപ്പെട്ട അനുഭവം നിത്യജീവനെ പ്രാപിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് നിത്യമായ രാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. വീണ്ടെടുക്കപ്പെട്ട മാത്രം പോരാ, വിശുദ്ധ ജീവിതം നയിക്കണം കേട്ടോ. അല്ലാതെ ലോക രാജ്യങ്ങളുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രമാണിയാണെന്ന് പറഞ്ഞാൽ പോലും ഈ ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ്, 1-ാം സ്ഥാനത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പടി കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ മരണാനന്തരം നിങ്ങളെ കോടിക്കണക്കിന് രൂപ വിലയുള്ള പട്ടും പുതപ്പും പുതപ്പിച്ചാലും, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മറ്റുള്ളവർക്ക് ദാനങ്ങൾ ചെയ്താലും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയില്ല. നിങ്ങൾ ഭൂമി ജീവനോടെ ഇരിക്കുമ്പോൾ വേണം നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. സുബോധത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പാപപരിഹാരം വരുത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതം നയിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഒരു സ്തോത്രം ഹല്ലേലൂയ എറണാകുളത്ത് വണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ എറണാകുളത്ത് വണ്ടി കയറി ബോംബെക്ക് പോകുന്നത് പോലെ
ഒന്നും നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ ചില പഠിപ്പിക്കലും ചില മോഹങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ സാത്താന്യ ആരാധന പെരുകിക്കൊണ്ടിരിക്കുക, സാത്താന്യ കൂട്ടങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ സാത്താന്യ ആരാധന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ പാപത്തിലേക്ക് വീഴ്ചകൊണ്ടിരിക്കുന്നു. അനവധി മനുഷ്യ ദൈവങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അനവധി മനുഷ്യ ദൈവങ്ങൾ ആണിന്റെ ഭാഗത്തും പെണ്ണിന്റെ ഭാഗത്തും കുട്ടികളുടെ ഭാഗത്തും മനുഷ്യ ദൈവങ്ങൾ എഴുന്നേൽക്കുന്നു. ഓൺലൈൻ സാത്താന്യ ആരാധന പെരുകുന്നു. ഏത് മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചെടുക്കത്തക്കതെങ്കിൽ ലോകം അതമ്പതിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നീ കർത്താവായ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ നീ യേശുവിന്റെ ഹൃദയം വിട്ടു കൊടുക്കണം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെയും പറയട്ടെ, ഇന്നു മുതൽ നീ കർത്താവിൽ ജീവിക്കുന്നെങ്കിൽ മാത്രമേ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നെങ്കിൽ മാത്രമേ, നീ ശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റുപറയണം. അതുകൊണ്ടാണ് റോമലേഖനം 10-9 രേഖപ്പെടുന്ന യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:12 വായിക്കുമ്പോൾ, സുവിശേഷം 1:12, അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അത് യേശുവിനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവനാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാ ബന്ധം. ഹല്ലേലൂയ. ലോകത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് ലോകത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നു, ഉന്നതാധികാരങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾക്ക് വലിയ ബന്ധങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പിടിപാടുണ്ടായിരിക്കും ലോകത്തിൽ. പക്ഷേ ലോകത്തിൽ നിങ്ങൾ എത്ര ഉന്നതന്മാരുമായി, നിങ്ങൾക്ക് എത്ര ഉന്നതമായി ബന്ധമുണ്ടെങ്കിലും, എത്ര വലിയ വ്യക്തികളുമായി നിങ്ങൾക്ക് അടുത്ത സൗഹൃദം ഉണ്ടെങ്കിലും അവരാരും നിങ്ങളെ നിത്യതയിലെത്തിക്കത്തില്ല. നിങ്ങൾ വല്ല മരിച്ചാൽ നിത്യമായ യാത്രാ സ്ഥലത്തേക്ക് പോകും, നിത്യ നരകത്തിലേക്ക് പോകും. ദൈവത്തിന്റെ ന്യായവിധി നാളിൽ നിങ്ങൾ ആ ന്യായവിധിയെ നേരിടേണ്ടി വരും. എന്നാൽ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ പണവും പ്രതാപവും ഒക്കെ നോക്കാതെ, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് മരണത്തിലും പ്രത്യാശിക്കുവാനുണ്ട്. മരണാനന്തര ജീവിതം നിങ്ങൾക്ക് നിത്യത ഉണ്ടാകുന്ന ഉറപ്പോട് വേണം നിങ്ങൾ ഇവിടെ ജീവിക്കാൻ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനുടെ ഹൃദയം കൊടുക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദവസം മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യവേറ്റു എന്നൊക്കെ ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. വിശ്വാസ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിലകൊണ്ടവർ, കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിന്നവർ, സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിച്ചവർ, വേദന അനുഭവിച്ചവരെ കുറിച്ചൊക്കെ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതം യേശുവിലായിരിക്കട്ടെ. യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നത്. വിശ്വാസ ജീവിതത്തിന് നമ്മൾ വില കൊടുക്കണം. പലതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. പലതും നമ്മൾ വേണ്ടെന്ന് വെക്കണം. പലതും നമ്മൾ കണ്ടില്ലെന്ന് വെക്കണം. പലയിടത്തും നമ്മൾ പോകാൻ പാടില്ല. പലയിടത്തും ചെന്നിരിക്കാൻ പാടില്ല. പലരോടും കൂടി പലതും പറയാൻ പാടില്ല. പലതും തിന്നാൻ പാടില്ല. പലതും കാണാനും കേൾക്കാനും പാടില്ല. ദൈവികമല്ലാത്ത ദൈവം അറയ്ക്കുന്നതിനെ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിന് വില കൊടുക്കണം. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു ജാതികനായിട്ട് ജീവിച്ചതാണല്ലോ ക്രൈസ്തവ കുടുംബത്തിൽ. പേരുകൊണ്ട് ക്രിസ്ത്യാനി ദൈവമൊക്കെ ഉള്ള വീടെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വീടൊക്കെ ഭയങ്കര കണ്ടുകൂടിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവ ആരാധനയും പ്രാർത്ഥനയും കൊണ്ട് താനും. പക്ഷെ അതൊക്കെ സുബോധമില്ലാത്ത ആത്മാവാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ചിന്ത വന്നു, ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും, വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കും? അങ്ങനെ ആദ്യകാലത്ത് ഞാൻ വിശ്വാസത്തിൽ വന്ന ആ സമയത്ത് ഒരു ഭയമൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നുണ്ടായി. എന്നെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആരാധനായി വിടത്തിരുന്ന കർത്താവിനോട് സ്പഷ്ടമായിട്ട് സംസാരിക്കും, ഞാൻ നിന്നെ ആരാധനായി വിട്ടുകയില്ല. അങ്ങൊരു ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ഭൂമിയിൽ ഒരിക്കലും ദാരിദ്ര്യം ഒഴിച്ച് കഷ്ടത ഒഴിച്ച് ഞാൻ പോകത്തില്ല. എന്നെ അനാഥനായി വിടാതെ എന്നോട് കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേ ശ്രോതാവേ, അതേ മാതാവി, പിതാവി, ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. നിന്റെ കഷ്ടതയുടെ വരവിലേക്ക്, നിന്റെ രോഗക്കിടക്കിലേക്ക്, നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക്, നിന്റെ ഇല്ലായ്മയിലേക്ക്, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടിലേക്ക്, നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ അനാഥനായി വിടാതെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങി എന്ന് പറഞ്ഞ പോലെ നിന്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചേരുന്നവരാ ദൈവം.
ഹല്ലേലൂയ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രശ്രോതാവേ, എനിക്ക് ആരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ബന്ധമില്ല, സ്വന്തമില്ല, എല്ലാവരും എന്നെ വെറുത്തു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരെയും കാണുമ്പോൾ കഥ കടച്ചു മാറുന്നു, എന്നെ കാണുമ്പോൾ തലകുനിച്ചു പോകുന്നു, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് നീ ജീവിതം നിരാശ നിലവിലാണോ? എന്നാൽ പരിശുദ്ധന്മാർ പറയുകയാണ്, ലോകം നിന്നെ വെറുത്താലും ലോകം നിന്നെ ഉപേക്ഷിച്ചാലും അപ്പനും അമ്മയും സ്വന്തം സഹോദരങ്ങളും എല്ലാം മാറ്റി നിർത്തിയാലും കർത്താവ് പറയാൻ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അത് ഭക്തനായ ദാവീദ് പറഞ്ഞ്, എൻ്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്. രക്തം ചെയ്യും. അതെ, നീ അനാഥനല്ല, നീ ആരുമില്ലാത്തവനല്ല, നീ ആരുമില്ലാത്തവളല്ല, നിനക്ക് യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭാരപ്പെട്ട് മരണനിൽക്കിലിരിക്കുകയാണോ? മാരകമായ രോഗത്തിന് അധീനമാണോ? ശാപത്തിങ്കിലാണോ? പാപത്തിങ്കിലാണോ? ആമി സ്വസ്ഥതയില്ലാതെ എന്ത് ചെയ്യുമെന്നോർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ആമി നീ മദ്യത്തിന് അടിമയാണോ? ലഹരിക്ക് അടിമയാണോ? ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ നീ തകർന്നവനാണോ? തകർന്നവളാണോ? ഇതുപോലെ യേശുവിനോട് പറയുന്നത്, നിന്നെ അനാഥനായി വിടാതെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു യേശുവുണ്ട്. ഇതുപോലെ നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറയുന്നു ഉപേക്ഷിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ആമേൻ. ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നു നീ വചനം കേട്ടോ, ആ കേൾക്കുന്ന ആ സ്ഥാനത്തിരുന്ന് യേശുവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ മോചിക്കണമേ, എന്റെ ശാപങ്ങളെ നീക്കണമേ, എനിക്ക് സമാധാനം നൽകണമേ, ഈ സ്നേഹം നൽകണമേ, എന്റെ കഷ്ടപ്പാടുകളുടെ കടക്കണികളെ മാറ്റണമേ, എന്റെ ശാപങ്ങൾ മാറണമെന്ന് നീ മനസ്സ് തുറന്ന് ഇപ്പോൾ യേശുവിൽ പറയുന്നെങ്കിൽ നിന്റെ കുട്ടിയ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. നിന്റെ പാപങ്ങൾ കടിച്ചുപ്പായാലും രക്താംബരം പോയി ചുമന്നിരുന്നാലും അവയെ നീക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അത് യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഉലകത്തിനാർക്കും യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അത് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ കണ്ണുനീരൊപ്പാൻ യേശു നിന്റെ ചാരത്തുണ്ട്. അവൻ ദൂരസ്ഥനല്ല, അവൻ നിനക്ക് സമീപസ്ഥനാണ്. നീ അവന് വേണ്ടി ഹൃദയം കൊടുക്കുന്നെങ്കിൽ, അവന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, നിന്നെ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നെങ്കിൽ, കാലങ്ങളായിട്ട് സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ പോരുകൾ, ബന്ധനങ്ങളെ ദൈവം നീക്കിത്തരും. തലമുറയ്ക്ക് വിജയിക്കാൻ കഴിയാതെ, തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, കുടുംബത്തിന് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, ആ ജീവിതത്തിൽ നിന്നും കാണുന്നതിനും ദുഃഖവും കുടുംബത്തിന്റെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ശ്രോതാക്കളോട് ദൈവാത്മാവ് പറയുന്നത്, ഇന്ന് പകൽ നിന്റെ ശാപത്തെ മാറ്റി നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ കടക്കെണികളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ ഇരിക്കുകയാണോ ശ്രോതാവേ? അതിൽ നിന്നെ ദൈവം പുറത്തെടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശു നിനക്ക് നിത്യജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പർദീസയിൽ ആമേൻ നിനക്ക് ഇടം തരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റേക്കാളുപരി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട. അപ്പം നിത്യജീവനെ പ്രാപിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷം പ്രാപിക്കണം. ഈ ലോകത്തിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും പ്രയോജനപ്പെടുന്നില്ല. ജീവനോടെ ഇരിക്കുമ്പോഴാണ് സുബോധത്താൽ പാപം ഏറ്റുപറയേണ്ടത്. അതുകൊണ്ട് ആ പന്നിക്കൂട്ടി കിടന്ന മനുഷ്യൻ, ആ മുടിനായ പുത്രനൊക്കെ പറഞ്ഞ ആള് പന്നിക്കൂട്ടി കിടന്നപ്പോഴാണ് സുബോധം വന്നത്. അപ്പോഴാണ് അവന്റെ പാപം ഏറ്റു പറഞ്ഞത്. അവൻ മരിച്ചതിന് ശേഷമാണ് അവന്റെ പാപം ഏറ്റു പറഞ്ഞെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരം പറ്റില്ലായിരുന്നു. പന്നിക്കൂട്ടിൽ വെച്ച് അവൻ പറഞ്ഞു, ഞാൻ പാപിയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകണം. അങ്ങനെ അവൻ പന്നിക്കൂട്ടി എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് എന്തപ്പം ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടപ്പോൾ അവൻ ഓടിച്ചവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവന്റെ കാലിൽ ചെരുപ്പിട്ട് വെള്ളമൊഴിച്ച് അവന് നല്ല അങ്കി കൊടുത്തു. ഹല്ലേലൂയ. കൈക്ക് മോതിരം ഇട്ടു. ഹല്ലേലൂയ. അവൻ വീട്ടിലുള്ള ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും നല്ല തടിപ്പിച്ചൊരു കാളക്കൂട്ടി ചേർത്ത് ആമീൻ ആർക്കാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ഈ എൻ്റെ മകൻ മരിച്ചവനായി ഇതിനെ ജീവിച്ചു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന പാപത്തിൽ മരിച്ചു കിടക്കുന്ന, പാപത്തിൽ മരിച്ച നിനക്ക് ആമീൻ വീണ്ടെടുപ്പ് ആവശ്യമാണ്. നിനക്ക് സുബോധം വരണം. നീ യേശുവിലേക്ക് വരണം. നിന്നെ നോക്കി നിന്നെ സ്വീകരിപ്പാൻ ആടിപ്പാടുള്ള കരങ്ങളുമായി യേശു രണ്ട് കരവും നിന്റെ നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അതെ, യേശുവിലേക്ക് മടങ്ങി വാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പകൽക്കാൽ യേശുവിനെതിരെ ഹൃദയം വിട്ടുകൊടുക്കാമോ? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വരം പറയും. വേറെ ചില പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു എന്ന് ഇബ്രാഹിലേഖനം 11:36 കാണുന്നുണ്ട്. ഇവരുടെ നാമധേയങ്ങൾ ഇന്ന് നമുക്ക് അറിയില്ല എങ്കിലും നിത്യത വരെ അറിയുന്ന സ്വർഗം അവരെ അറിയുന്നു.
നമുക്കെല്ലാവരുടെയും പേരുകൾ അറിയില്ലെങ്കിലും നിത്യതയെക്കുറിച്ച് വരെ ബോധ്യമുള്ള നിത്യതയെക്കുറിച്ച് വരെ ഇന്ന് കർത്താവ് അവരെല്ലാം അറിയുന്നുവെന്ന്. ഹല്ലേലൂയ. സ്വർഗം അവരെ അറിയുന്ന വേദപുസ്തകം അവരെക്കുറിച്ച് സാക്ഷി നൽകുന്നു. ഈ പ്രസിദ്ധി ആർജിച്ച വലിയ സുവിശേഷകരുടെ നാമങ്ങൾ വളരെ വലിയ പോസ്റ്ററുകൾ ഇന്ന് അച്ചടിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച സുവിശേഷകന്മാരുടെ പേരുകളൊക്കെ പോസ്റ്ററിൽ അച്ചടിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ മരിച്ച ദൈവദാസന്മാരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ നോട്ടീസ് യോഗം പോലും നടത്തണമെങ്കിൽ, ചെറിയൊരു മീറ്റിംഗ് പോലും നടത്തണമെങ്കിൽ, പ്രശസ്തി ആർജിച്ച അല്ലാത്തവരുടെ എല്ലാം പേരും പടവും ഒക്കെ എന്താ വലിയ ഫ്ലെക്സുകളും പോസ്റ്ററും അടിച്ച് അവിടെ ഇവിടെ എല്ലാം കെട്ടി നോക്കി വരും. അല്ലേലിയ. എന്നാൽ പ്രശസ്തി ആർജിക്കാത്ത വലിയ സ്ഥാനമാനങ്ങൾ വലിയ അറിവൊന്നുമില്ലാത്ത ആരും അറിയാത്ത അനുഭവത്തിൽ ദൈവദാസന്മാർ ഗ്രാമങ്ങളും കുഗ്രാമങ്ങളും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. പേര് പ്രശസ്തി ആരും ഗമനിക്കാതെ അനുഭവത്തിൽ ദൈവദാസം മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പേര് വലിയ ഫ്ലെക്സിലും പോസ്റ്ററുകളും അല്ല വരുന്നത്. പിന്നെ അവരുടെ പേര് എവിടെയാണ്? ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ പേരൊക്കെ ജീവന്റെ നിന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? അതോ ലോകത്തിൽ ഫ്ലെക്സിൽ മാത്രം നിന്റെ പേരും പടവും ഒതുങ്ങി നിൽക്കുകയാണോ? അല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരുണ്ടായിരിക്കണം. അല്ലേലൂയ. അപ്പൊ നീതിമാന്മാരുടെ പേര് സ്വർഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലൂയ. എന്ന് ദൈവത്തിന് അവർക്ക് സ്തോത്രം എന്ന് വചനം വായിക്കുന്നു. എന്നേക്കൾക്ക് സാധുക്കളായ സുവിശേഷകരെ ആര് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ദൈവം വലിയവനാണ്, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. സാധുക്കളായ സുവിശേഷകരെ ആരും അറിയുന്നില്ലെങ്കിലും അവരെ ദൈവം അറിയുന്നത് കേട്ടോ. ഇന്ന് വലിയ പ്രതാപമുള്ള, വലിയ പേര് പ്രശസ്തിയുള്ള, വളരെ പ്രശസ്തിയുള്ള, കോടിക്കണക്കിന് ആസ്തിയുള്ള ദാസന്മാരെയാണ് ലോകം അറിയുന്നത്. എന്നാൽ കയറിക്കിടക്കുവാൻ ഒരിടമില്ലാതെ, ഒരു ഭവനമില്ലാതെ, തലചായ്പാൻ ഒരു ഭൂമിയില്ലാതെ, നന്നായി കഞ്ഞുടിക്കാനില്ലാതെ, നന്നായി വസ്ത്രമില്ലാതെ, കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കാൻ മാർഗമില്ലാതെ കഷ്ടസഹിക്കുന്ന കുഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന അനുഭവത്തിൽ ദൈവദാസന്മാരെ ആരും അറിയുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കർത്താവ് അവരെ അറിയുന്നു. അവർക്ക് അന്നത്തേക്കുള്ള ദൈവം കൊടുത്തവരെ പോറ്റുന്നുണ്ട്, പുലർത്തുന്നുണ്ട്. അവരുടെയൊക്കെ പേര് ജീവപുസ്തകത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രതാപത്തിന്റെ ഉയർന്ന ശൃംഖലയിൽ നിൽക്കുന്ന പേരുകൊണ്ടും പെരുമകൊണ്ടും പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോ? ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? ഹല്ലേലൂയ. എബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ ഈ വേദപുസ്തകം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരിച്ചുപോയ വിശുദ്ധന്മാരെ കുറിച്ച്, കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയോടെ നിന്ന വിശ്വാസ വീരന്മാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ അവരവിടെ സ്വർഗത്തിലുണ്ടായിരിക്കും. ഈ പറയുന്ന ദൈവരാജ്യത്തിലുണ്ട്. നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വർഗരാജ്യത്തിലുണ്ടായിരിക്കുമോ? ഇതൊരു ചോദ്യമായി നിൽക്കട്ടെ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, മത്തായി 18:10 പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്നായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഭാഗത്തേക്ക് വിവരിച്ചു പോകാൻ സമയമില്ല. ഹല്ലേലൂയ. അതെ, ഞാൻ വായിക്കുന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ചെന്തോ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്ന ഉദ്ധാരണ കൈക്കൊള്ളാറ്റു. അത് ഇന്ന് പകൽ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ലോകപാപങ്ങളെ വിട്ട് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം നൽകും. ഹൃദയം കർത്താവിനോട് കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനം കർത്താവ് തലമുറകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലായിരിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന CRP അടക്കമുള്ള ക്രമസമാധാന, ബാലിക, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാന്വേഷണങ്ങളുടെ പോലീസിന്റെ സെക്ഷനുകൾക്കായി, എക്സൈസ്, ഫോറസ്റ്റുകളുടെ ഫെഡറേഷനായ കർത്താവ്, ഇന്ത്യയുടെ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി, സേവനമേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തിക വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഭരണപ്രതിപക്ഷ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർക്കായി, കടലോര വാസുകൾ, തീരവാസം, മത്സ്യബന്ധന, ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, ഖനികളിലും കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കർത്താവ് വരുന്ന ചേർന്ന എല്ലാ വ്യാപാരികൾ, വ്യവസായ, വാണിജ്യ കച്ചവടം, വ്യാപാരം, കാൽഷ്യം, ക്ഷീരമേഖലയിലും, കൺഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോറിംഗ്, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനും, കരയിലും കടലും ആകാശമാർക്കും വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ. കർത്താവ് പാടത്തും പറമ്പിലും കോറിയിൽ കല്ലോടും മണ്ണോടും തടിയോടും മുല്ലടിക്കുന്ന ചോര വീർപ്പാൻ ജോലി ചെയ്യുന്ന
പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുക. എല്ലാവരും ധ്യാനിക്കുന്നതിനുള്ള ശൈശവത്തിൽ മാലികോമാരി യുവനത്തിലും മാറ്റില്ലാനും വൃത്താശമയോളം ചോളം തടവറയിലായിരിക്കുന്ന വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന നമ്പരപ്പെടുന്ന നാട്ടിൽ കിടന്ന് ഭാരപ്പെടുന്ന സാമ്യത്താൽ ഭാരപ്പെടുന്ന വിസായുടെ ആഗ്രഹിക്കുക ഭാസ്കരന്റെ ആഗ്രഹിക്കുന്നവർ വിദേശ പീഡയുടെ സൗര്യമാർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് വിവിധ രാജ്യങ്ങൾ കഷ്ടസഹിത ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്ന സുരക്ഷിതം ഉപദ്രവേൽക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെട്ട സുവിശേഷം എതിർക്കുന്ന ദൈവദാസന്മാരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ആമേ സുവിശേഷ വിരോധികളെ ദൈവം സന്ദർശിക്കുന്നതായി ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന അക്രമങ്ങൾ അഴിച്ചുവിട്ട കർത്താവ് ദൈവസഭയെ ദൈവനാമത്തെ ഇല്ലായ്മ ചെയ്യും ക്രൈസ്തവ നാമത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്ന എല്ലാ സാത്താന ശക്തികളെയും അബ്കാരികളെ ലഹരി പദാർത്ഥങ്ങളിലൂടെ തലമുറയെ നഷ്ടപ്പെടുന്ന ആമേ കുടുംബജീവിതത്തെ തകർക്കുന്ന എല്ലാ സാത്താന ശക്തികളെ ദൈവം സന്ദർശിക്കണമേ. തകർന്ന കുടുംബജീവിത ശാപത്തിലും പാപത്തിലും കെട്ടിലും ബന്ധനങ്ങളും ആവിചാരം മാത്രമോ കൂടോത്ത ശുദ്രശക്തിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ വിടിവിക്കപ്പെടട്ടെ. മരണത്തിന്റെ മുൻപിലായിരിക്കുന്ന വാർത്തക ഭാരപ്പെടുന്ന തലമുറയിലോ അത് ഭാരപ്പെടുന്ന വിവാഹം കഴിക്കാതെ വിവാഹ ജീവിതം തനാണ് ജനവിനുമായി ടൂൾസിലൊക്കെ എത്തിക്കിടക്കുന്ന അനവധി വിഷയങ്ങളേലെ ഇന്നുകൾ കർത്താവിച്ചനും വിടിവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് യേശുക്കത്തിൽ ഒരു പുതിയ ജീവിതം പ്രായപ്പാട്ടയാകണം. സകലമുഖത്ത് എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.